വികേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെ അടിസ്ഥാനപരമായ ജനങ്ങളുടെ അവകാശങ്ങൾ, ആവശ്യങ്ങൾ, സൂക്ഷ്മതല വികസനം സാധ്യമാക്കുന്നതിനാണ് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം കൊണ്ടുവന്നത്. ഈ നഗരപാലികാ ബില്ലും മുനിസിപ്പാലിറ്റി ഫോർമേഷനും കോർപ്പറേഷനും എല്ലാം അത്തരം സുതാര്യ ഡീസെൻട്രലൈസ്ഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്. എന്നാൽ അതിനപ്പുറം ആരെല്ലാം എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ മുന്നിൽ നടത്തുന്ന എല്ലാ കോപ്രായങ്ങളും വിലയിരുത്തപ്പെടും എന്നതാണ് സ്ഥിതിവിശേഷം. അത് വിലയിരുത്താൻ യോഗ്യരായ ജനങ്ങളല്ല ഒരു നാട്ടിലെങ്കിൽ നിങ്ങൾ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് വിചാരിക്കേണ്ടവരാണ് എന്നതാണ് സത്യം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ ദിവസങ്ങളിലായൊക്കെ നടക്കുന്ന കയ്യാങ്കളികൾ കണ്ടാൽ സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാനാണ് എനിക്ക് തോന്നിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറെക്കാലത്തിന് ശേഷം, ഒരുപക്ഷെ രൂപീകരണത്തിന് ശേഷം ആദ്യമായി മറ്റൊരു പാർട്ടിയിലേക്ക് പോയി BJP അധികാരം പിടിച്ചു. മേയർ VV രാജേഷ് അദ്ദേഹത്തിൻ്റെ മുൻകാല ട്രോളുകളുടെ പശ്ചാത്തലത്തിൽ ഒരു പൂർണ്ണ പരാജിതനായിരിക്കും എന്ന് വിചാരിച്ചെങ്കിലും സംഭവ പുള്ളി കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി. തുടർച്ചയായി ഒരുപാട് കാലം ഭരിക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് ഒരു മാറ്റമുണ്ടാകുമ്പോൾ ഒരു ചെറിയ മാറ്റം പോലും ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത് വളരെ സ്വാഭാവികമാണ്. പക്ഷേ അദ്ദേഹവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വർഷങ്ങളായുള്ള ഒരു സംവിധാനത്തെ വേറൊരു തലത്തിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ മാറ്റുമ്പോൾ അതിലുള്ള പക്വമായ, അതിലുള്ള വളരെ യോഗ്യമായ, അതിൻ്റെ ആ ശൈലിയൊക്കെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചു വേണം മുന്നോട്ട് പോകാൻ. എവിടെ നിന്നെങ്കിലും ആരെങ്കിലും കൈയടിക്കുന്നു എന്ന് കേട്ട് ചാടിപ്പുറപ്പെട്ടാൽ ഇത് ചെന്ന് പതിക്കുക മറ്റൊരു തരത്തിലായിരിക്കും. ആവശ്യമില്ലാത്ത പ്രതിരോധവും ആവശ്യമില്ലാത്ത ആക്രമണവും ആവശ്യമില്ലാത്ത ആക്രോശവുമൊന്നും വലിയ ഫലം കിട്ടൂല. അതിന് വേറുദാഹരണമൊന്നും അദ്ദേഹം നോക്കണ്ട. ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന മേയറുടെ ചരിത്രം മാത്രം എടുത്ത് നോക്കിയാൽ മതി. എത്രയോ ആഘോഷിക്കപ്പെട്ടാണ് അവർ ആ സ്ഥാനത്തെത്തിയത്. അവരോടൊപ്പം എത്ര ചാനലുകൾ. മേയർ ഉണർന്നത് കണ്ടോ, മേയർ ഇഡ്ഡലി തിന്നത് കണ്ടോ, മേയറെ സുഹ്റാൻ മംദാനി വിളിച്ചു, എന്തെല്ലാം വാർത്തകൾ. പക്ഷേ ആ വാർത്തകളിലൂടെ ഒന്ന് പറന്നപ്പോഴേക്കും പിന്നുണ്ടായത് പൂർണ്ണ തകർച്ചയാണ്. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ നിയമപ്രക്രിയയ്ക്ക് വിധേയമാവും. ആ വിധേയമാകുന്നതിനെ അത് BJP ചെയ്താലും CPIM കാരൻ ചെയ്താലും കോൺഗ്രസ്സുകാരൻ ചെയ്താലും എല്ലാം ഒരേ തരത്തിലാണ് കാണേണ്ടത്. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ റെയ്ഡിന് വരുമ്പോൾ ED റെയ്ഡിനെതിരെ ബഹളം വെക്കുന്നത് പോലെ തന്നെയാണ് സ്വന്തം കൗൺസിലർ കുറ്റകൃത്യം ചെയ്ത ആളാണ് എന്ന് വരുമ്പോൾ അതിലുണ്ടാകുന്ന നിയമ നടപടികളെയും കാണേണ്ടത്. അതിലെന്തെങ്കിലും അതിക്രമങ്ങളോ അനാവശ്യങ്ങളോ ഉണ്ടെങ്കിൽ അതാകാം. പക്ഷേ ആ കുറ്റകൃത്യങ്ങളെയെല്ലാം കൂട്ടത്തോടെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് കേവലം കുറച്ചു പേരുടെ ആവേശങ്ങൾക്കപ്പുറത്ത് ഒരു വലിയ ജനസമൂഹം നോക്കിയിരിക്കുന്നുണ്ട് എന്ന് മറന്നു പോകരുത്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഇത് രണ്ടുമല്ലാത്തവരും എല്ലാവരെയും കാണിക്കുന്നതെല്ലാം ജനങ്ങളാണ് കാണുന്നത് എന്ന ഉത്തരവാദിത്വം ഈ കാണിക്കുന്നവർക്കുണ്ടാകണം. ഇപ്പോൾ ആദ്യത്തെ ദിവസം CPIM മേയർമാർ BJP അംഗങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. സ്വാഭാവികം. അന്ന് പ്രവേശിക്കാതെ മടങ്ങിയെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനില്ല. അവിടെ ഒരു ഉന്തും തള്ളും ബഹളവും അടിയും ഉണ്ടാക്കി അങ്ങനെ ചെയ്യുന്നതാണ് വിജയം എന്നൊക്കെ ആളുകൾ പറയുമെങ്കിലും അത്തരം ഫ്രിക്ഷനുകളൊക്കെ ഒഴിവാക്കി പക്വതയുള്ള സമീപനം സ്വീകരിക്കുമ്പോഴാണ് സംഗതികൾ അതിൻ്റെ വഴിക്ക് പോകുന്നത്. നിങ്ങൾ ഈ സർക്കാരിൽ തന്നെ നോക്കൂ, ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവരും ബഹളം വെക്കുന്നവരും ഇടപെടുന്നവരുമാണ് ആദ്യം നിലത്ത് പതിക്കുന്നത്. മൗനമായിരിക്കുന്നവൻ ആ മൗനത്തിൽ തന്നെ അവൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്തങ്ങ് പോയാൽ അങ്ങനെ അങ്ങ് പോകും. CPIM രാഷ്ട്രീയത്തിൽ ഒരു രാധാകൃഷ്ണൻ സഖാവില്ലേ, ഇപ്പോഴുള്ള MP, അദ്ദേഹത്തിൻ്റെ ഒച്ചപ്പാടുകളോ ബഹളമോ ആക്രോശമോ നിങ്ങളെങ്ങും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോഴും ഒരാവേശവുമില്ലെങ്കിലും രാധാകൃഷ്ണൻ എന്ന മനുഷ്യന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ ജനമനസ്സുകളിൽ ഒരിടമുണ്ട് എന്നതാണ് സത്യം. അപ്പോൾ അതിൽ ആക്രോശവും ആവേശവുമല്ല പ്രധാനം. അതിൻ്റെ 1ാം എപ്പിസോഡിന് ശേഷം നടന്ന 2ാം എപ്പിസോഡാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഉന്തും തള്ളും വെള്ളമൊഴിപ്പും മിനിറ്റ്സ് ബുക്ക് പിടിച്ചു വാങ്ങലും പിടിച്ചു കീറലും. എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? ജനം അന്ധരാണെന്നാണോ? അറിയാൻ നിങ്ങൾക്കും അതിൻ്റെ ഫലം.